വാർത്താ നിമിഷം തുടരുമ്പോൾ കൊച്ചിയിൽ യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ലക്ഷ്മിപ്രിയ തിരുവനന്തപുരത്ത് പിടിയിലായി. മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, ഈ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ ലക്ഷ്മിപ്രിയയുടെ ഇപ്പോഴത്തെ കാമുകനും ചേർന്ന് നടത്തിയത്. ഒരു യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച 5 ലക്ഷം രൂപ ആവശ്യപ്പെടുക, ഈ പണം നൽകിയില്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുക എന്ന് പറയുക, അങ്ങനെ ഈ യുവാവിനെ വൈറ്റിലയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? അജി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അതായത് തന്റെ മുൻ കാമുകനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു ലക്ഷ്മിപ്രിയ എന്ന കാമുകിയും ഒപ്പം തന്നെ മറ്റ് ആറുപേരും ചേർന്നാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ ലക്ഷ്മിപ്രിയ തിരുവനന്തപുരത്ത് ഒളിവിൽ താമസിക്കുന്നതിനിടയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ലക്ഷ്മിപ്രിയ തിരുവനന്തപുരത്തെ ഒളിത്താവളത്തിൽ നിന്നും പിടിയിലായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ എറണാകുളം സ്വദേശിയായ അമലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പ്രധാനമായും 2 പ്രതികളെയാണ് ഈ ഒരു കേസുമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒട്ടാകെ, അതായത് മൊത്തത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 7 പ്രതികൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ബാക്കി 5 പേർക്ക് എതിരെയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആ ഒരു 5 പേരിൽ ലക്ഷ്മിപ്രിയയുടെ ഇപ്പോഴത്തെ കാമുകനും ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മുൻ കാമുകൻ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാത്തതിനെ തുടർന്ന് നിലവിലെ കാമുകന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മുൻ കാമുകനെതിരെ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് എറണാകുളത്ത് പഠിക്കാൻ വേണ്ടി വന്ന ലക്ഷ്മിപ്രിയ പുതിയ കാമുകനുമായി പ്രണയബന്ധത്തിലാവുകയും ആ ഒരു പ്രണയബന്ധം തുടർന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻ കാമുകനോട് ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അതിന് തയ്യാറാകാതിരുന്ന ഈ മുൻ കാമുകനെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറക്കുകയും കാറിലിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ഇയാളെ എറണാകുളത്തെ ഒരു രഹസ്യ താവളത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കെട്ടിയിട്ട് നഗ്നനാക്കി ക്രൂരമായി മർദ്ദിക്കുകയും ഒപ്പം തന്നെ മൊബൈൽ ഫോണിന്റെ ചാർജർ ഒക്കെ ഉപയോഗിച്ച് നാവിൽ വെച്ചുകൊണ്ട് ഷോക്ക് അടിപ്പിക്കുകയും അങ്ങനെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണം അപഹരിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഇയാളുടെ നഗ്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നഗ്ന വീഡിയോസുകൾ എടുത്ത് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ 5 ലക്ഷം രൂപ നൽകണമെന്നും ഒപ്പം തന്നെ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മുഖ്യപ്രതിയായ ലക്ഷ്മിപ്രിയ പിടിയിലായിരിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ മുൻ കാമുകനെ എറണാകുളത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തെ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിലെ പ്രധാനമായും 2 പ്രതികളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിൽ ആയിരിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ലക്ഷ്മിപ്രിയയും അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പിടിയിലായ എറണാകുളം സ്വദേശിയായ അമലുമാണ്. മറ്റ് 5 പ്രതികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ ലക്ഷ്മിപ്രിയയുടെ ഇപ്പോഴത്തെ കാമുകനും ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ അമല് ഒപ്പം തന്നെ ഈ മൊബൈൽ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ക്രൂരമായി ഷോക്ക് അടിപ്പിക്കുന്നു, ഒപ്പം തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ യുവാവിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? അത് മാത്രമല്ല, ഈ ലക്ഷ്മിപ്രിയയെ എവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? എപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? തീർച്ചയായും അജി, വളരെ ക്രൂരമായ ഒരു കൃത്യം തന്നെയാണ് ലക്ഷ്മിപ്രിയയുടെ നേതൃത്വത്തിൽ ഈ ഒരു 7 അംഗ സംഘം നടത്തിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന മുൻ കാമുകനെ കെട്ടിയിട്ട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാർജർ ഉപയോഗിച്ച് നാവിൽ വെച്ചുകൊണ്ട് അത് ഷോക്ക് അടിപ്പിക്കുകയും ഒപ്പം തന്നെ നഗ്നനാക്കി കെട്ടിയിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു സംഭവം നടത്തിയ ഉടൻ തന്നെ ലക്ഷ്മിപ്രിയ എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്ത് എത്തി ഒളിവിൽ കഴിയുകയായിരുന്നു. എന്നാൽ ഇതിന്റെ ഭാഗമായി അയിരൂർ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു കേസെടുത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസ് ലക്ഷ്മിപ്രിയയുടെ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ
പിടിയിലായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ അതായത് ഈ മുൻ കാമുകന്റെ അവസ്ഥയും പരിതാപകരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്രൂരമായ മർദ്ദനത്തിനാണ് അദ്ദേഹം ഇരയായിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ ക്രൂരമായ ഒരു മർദ്ദനം, ഒരു 7 അംഗ സംഘത്തിന്റെ വളരെ ക്രൂരമായ ഒരു മർദ്ദനത്തിനാണ് അദ്ദേഹം ഇരയായി മാറിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്നും ഫോൺ വഴി വിളിച്ചിറക്കി ആദ്യം തന്നെ ഇദ്ദേഹത്തെ ഇവരുടെ കാറിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് ഇവരെ എറണാകുളത്ത് എത്തിച്ച് കൂട്ടമായി വളഞ്ഞ് ആക്രമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ഒരു ദൃശ്യത്തിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും 5 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അവരെ വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുഖ്യപ്രതിയായ ലക്ഷ്മിപ്രിയയാണ് അറസ്റ്റിലായത്. ഒപ്പം തന്നെ ഇതിൽ പ്രധാന കണ്ണിയായ ഇപ്പോഴത്തെ ലക്ഷ്മിപ്രിയയുടെ കാമുകനും ഇതിന്റെ ഭാഗമായുണ്ട്. ഇങ്ങനൊരു സംഭവത്തിന്റെ ഭാഗമായി തന്റെ നിലവിലെ കാമുകന് ലക്ഷ്മിപ്രിയ ഒരു കൊട്ടേഷൻ നൽകിയതായാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനമുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ കാമുകനും ഒപ്പം തന്നെ അയാളുടെ സുഹൃത്തുക്കളും ചേർന്നാണ് ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടി ഇങ്ങനെ മുൻ കാമുകനെതിരെ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം അഴിച്ചുവിട്ടത്. അജി, കൊച്ചിയിൽ യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ലക്ഷ്മിപ്രിയ തിരുവനന്തപുരത്ത് പിടിയിലായിരിക്കുന്നു. മറ്റു പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത്. യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് ഷോക്കടിപ്പിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് വൈറ്റിലയിൽ കാറിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു യുവാവ് ഉണ്ടായിരുന്നത്. യുവാവ് ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ കേസിലെ മുഖ്യപ്രതിയായ ലക്ഷ്മിപ്രിയയുടെ ഇപ്പോഴത്തെ കാമുകനുമാണ് പിടിയിലായിരിക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അമൽനാഥ്.